ആളുകൾ ആത്മീയത കൂടിയിട്ട് വഴി തെറ്റിപ്പോകുന്ന അങ്ങനെ ഒരു സംഭവം. അങ്ങനെ വിദഅത്തും പിന്നെ മറ്റേതും ഒക്കെ നമുക്ക് അതൊക്കെ പ്രതിരോധിക്കാം. പക്ഷെ ഇത് അകത്ത് നിന്ന് തന്നെ ആത്മീയത വല്ലാതെ കൂടിയിട്ട്, ആത്മീയത വേണം, പക്ഷെ ആത്മീയത കൂടി പിന്നെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ കാഫിറുകൾ വന്ന വഴിയിലുള്ള എല്ലാവരും മോശക്കാര്. എത്രത്തോളം സ്വഹാബികൾ പോലും വഴിവെടച്ചവര് ഇവനും ശൈഖും മാത്രം ഒരു 3 ആൾക്കാർ സ്വർഗ്ഗക്കാരുണ്ട്. അള്ളാഹ് പറഞ്ഞത് സ്വർഗത്തിന്റെ വിശാല വിസ്തൃതിയെ കുറിച്ച് ആകാശഭൂമികളെക്കാൾ വിശാല വിസ്തൃതമാണ് സ്വർഗ്ഗമാണ്. പക്ഷെ അവിടെ പോയി അടുത്തുങ്കല്ല് മാത്രം ഒരു 3 ആൾക്കാർ പോലെ ശൈഖും ബാക്കിയുള്ളവരെ വഴിവെച്ചിട്ട് അങ്ങനെയുണ്ട് കുറെ. ദർത്തനോട് ചോദിച്ചപ്പോ എന്താ നിനക്ക് പണി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ത്വരീഖത്തിന്റെ ബിസിനസ് ജോലി. ഞാനിപ്പോ അതിലേക്ക് പോകുന്നത് ത്വരീഖത്ത് പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ. ഒരു ത്വരീഖത്തുകാരൻ, കള്ളത്വരീഖത്തുകാരൻ, അവന്റെ ഒരു ഇത് തന്നെ ഒരാൾ കാണിച്ച് വാട്സാപ്പ് എന്ന് പറഞ്ഞ കിതാബിൽ അവന് പിന്നെ അവന്റെ ഒരു ലേഖനം, ഒരു എഴുത്ത്. അപ്പൊ അതിലെഴുതിയിരിക്കുന്നത് പ്രമുഖരായ സ്വഹാബികളിൽ മഹാനായ മുആവിയ റളിയല്ലാഹു വഴിപിഴച്ചു. മുആവിയ റളിയല്ലാഹു വഴിപിഴച്ചതാണെങ്കിൽ അത് പറയേണ്ടത് ആരായിരുന്നു? മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതുവഴി നബി തങ്ങളല്ലേ മോശമാകും? മുആവിയ റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞ കാലഘട്ടത്തിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളും അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകല്ല, നമുക്ക് സമയത്തിന്റെ പരിമിതി. യസീദ് ഉള്ള സംഭവവും കർബലയും ഒക്കെ ഉണ്ട്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു നിങ്ങൾ നോക്കൂ, ഒരു യുദ്ധത്തിന്റെ അങ്കണത്തിന്റെ തീക്ഷ്ണമായ യുദ്ധത്തിന്റെ ആ യുദ്ധത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബികളെ കൂട്ടത്തിലുള്ള ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ് അയാൾ നരകത്തിലാണ്. സ്വഹാബികളെ കൂട്ടത്തിൽ സ്വഹാബിയായിട്ടുണ്ടാവില്ല. മുസ്ലിമായ രീതിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഒരു സമയം ഇരുന്നാൽ സ്വഹാബിയാണ്, പക്ഷെ അയാൾ മുനാഫിക്കാണ്. അതുകൊണ്ടാണ് അയാൾ നരകത്തിലാന്ന് പറഞ്ഞു. സ്വഹാബികൾ കരുതിയിരുന്നത് സ്വഹാബിയാണെന്നാണ്, പക്ഷെ അദ്ദേഹം നരകത്തിലാണ് നബി തങ്ങൾ പറയാണ്. അല്പം കഴിഞ്ഞപ്പോ യുദ്ധത്തിന്റെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ ഈ മനുഷ്യൻ തന്റെ കയ്യിലുള്ള വാള് നിലത്ത് കുത്തിയിട്ട് അദ്ദേഹത്തിന് വെട്ടേറ്റപ്പോ വേദന സഹിക്കാൻ കഴിയാതെ ആ വാളിലേക്ക് ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ മുൻകൂട്ടി നബി തങ്ങൾ പറയും ഏത് കാര്യവും. മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് അവിടെ എവിടെയെങ്കിലും പരാമർശം ഇല്ല, നല്ലത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നബി തങ്ങളുടെ സ്വഹാബത്ത് നമ്മൾ അങ്കുരിപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം. അവരെല്ലാവരും നബി തങ്ങൾ പറഞ്ഞു അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. ഇത് ഉറച്ചു വിശ്വസിക്കണം. അത് നബി തങ്ങളുടെ വാക്കാണ്, നബി തങ്ങളുടെ വാക്കാണ്. ഖുർആൻ പറഞ്ഞു والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه.